അമേരിക്കയിൽ പുതിയ പന്തക്കുസ്തായ്ക്ക് തുടക്കമിട്ട് ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിച്ചു. 60,000 കത്തോലിക്ക വിശ്വാസികളും 1600 വൈദികരും 1236 സന്യാസിനികളും ഒരുമിച്ച് ചേർന്ന ആത്മീയതയുടെ ഈ മഹാസംഭവം കത്തോലിക്ക സഭയ്ക്ക് അമേരിക്കയിൽ വലിയ പുത്തൻ ഒരു ഉണർവ് നൽകിയിരിക്കുകയാണ്. ഇൻഡ്യാനാപോളിസ് എന്ന സ്ഥലത്താണ് ഈ മഹാസംഭവം അരങ്ങേറിയത്. 10,000 ആത്മീയ ഉണർവ് സമ്മാനിച്ച അമേരിക്കയിലെ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലാണ് സമാപിച്ചത്. ഇൻഡ്യാനാപോളിസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ ജൂലൈ 17 മുതൽ നടന്നുവരികയായിരുന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക ദൂതനായി എത്തിയ കർദിനാൾ ലൂയിസ് ആന്റോണിയോ താഗ്ലയുടെ കാർമ്മികത്തിൽ നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തോടെയാണ് സമാപിച്ചത്. ആ കർമ്മത്തിൽ ഏതാണ്ട് 60,000 വിശ്വാസികളും 1600-ലധികം വൈദികരും സെമിനാരി വിദ്യാർത്ഥികളും മെത്രാന്മാരും കർദിനാളന്മാരും ഏകദേശം 1236 സന്യാസിനികളും ആ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കുകാരായി. NFL ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ 10,000 ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു ബലിയർപ്പണം നടന്നത്. നമുക്ക് തീഷ്ണതയോടെയും സന്തോഷത്തോടെയും യേശുവിനെ പ്രഘോഷിക്കാൻ പോകാമെന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ കർദിനാൾ ലൂയിസ് ആന്റോണിയോ താഗ്ലെ പറഞ്ഞു. സഭയ്ക്ക് വേണ്ടതൊരു പുതിയ പന്തക്കുസ്തയാണ്. സഭ സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്തണം. നമ്മൾ ജനിച്ചത് ഈ കാലത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സത്യവും അടിയന്തിരമായി കേൾക്കേണ്ട ഒരു ലോകത്തേക്ക് തിടുക്കത്തിൽ നാം പോകേണ്ട സമയമാണിതെന്ന് കർദിനാൾ ലൂയിസ് താഗ്ലെ കൂട്ടിച്ചേർത്തു. ജൂലൈ 17, 21 തീയതികളിൽ നടന്ന 5 ദിവസത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ 50 സംസ്ഥാനങ്ങളിൽ നിന്നും 1000 വിശ്വാസികൾ ദീർഘദൂര യാത്ര നടത്തി ഇൻഡ്യാനാപോളിസിലെത്തി. വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം 2000 വർഷം പിന്നിടുന്ന 2023 മറ്റൊരു ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്താൻ US ബിഷപ്പുമാർ പദ്ധതിയിടുന്നതായി ക്രൂക്സ്റ്റണിലെ ബിഷപ്പ് ആൻഡ്രൂ കൊസൻസ് പ്രഖ്യാപിച്ചു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ദിവ്യകാരുണ്യ കോൺഗ്രസിൽ സീറോ മലബാർ സഭയുടെ റീത്തിലും ബലിയർപ്പണം മലയാളത്തിൽ നടന്നിരുന്നു. വിനോണ റോച്ചസ്റ്റർ മെത്രാൻ റോബർട്ട് ബാരോൺ, അമേരിക്കയിലെ വത്തിക്കാൻ പ്രതിനിധിയായ ക്രിസ്റ്റഫ് പിയറെ, രാജ്യത്തെ ദിവ്യകാരുണ്യ ഭക്തിയുടെ നവീകരണത്തിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ക്രൂക്സ്റ്റൺ മെത്രാൻ ആൻഡ്രൂ കൊസൻസ്, ന്യൂയോർക്ക് അതിരൂപതയുടെ സഹായ മെത്രാൻ ജോസഫ് എസ് പില്ലാട്ട്, ബൈബിൾ ഇൻ എ ഇയർ പോസ്റ്റ് കാർഡിൻ്റെ അവതാരകനായ ഫാദർ മൈക്ക് ഷിറ്റ്സ്, EWTN പരിപാടികളായ ഐക്കൺസിൻ്റെയും ക്ലിക്കോൺ കൊറോസോൺ പുരോയുടെയും അവതാരകനായ ഫാദർ അഗസ്റ്റീനോ ടോറസ്, രചയിതാവും പ്രൊഫസറുമായ ഫാദർ ജോൺ ബേൺസ്, ചോസൺ സീരിയലിലെ യേശുവിൻ്റെ വേഷം അവതരിപ്പിച്ച ജോനാഥൻ റൂമി തുടങ്ങിയ നിരവധി പേർ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പ്രഭാഷണം നടത്താനായിട്ട് എത്തിച്ചേർന്നു. 2019 പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ അമേരിക്കൻ കത്തോലിക്കരിലെ 1/3 പേരാണ് ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് അമേരിക്കൻ മെത്രാൻ സമിതി ദേശീയ ദിവ്യകാരുണ്യ വിശ്വാസ നവീകരണത്തിന് പദ്ധതിയിട്ടത്. ഇതിൻ്റെ ഭാഗമായാണ്
ദീർഘമായ പ്രാർത്ഥനയ്ക്കും ഒരുക്കങ്ങൾക്കും ശേഷം ദിവ്യകാരുണ്യ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് പരിശുദ്ധ കുർബാന കൈകളിലേന്തി വൈദികർ നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലും തുടർന്ന് നടന്ന എല്ലാ ദിവസവും നടത്തപ്പെട്ട ദിവ്യബലിയിലും പങ്കെടുക്കുന്ന 10,000-ങ്ങൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കത്തോലിക്ക സഭയ്ക്ക് വലിയ വേരോട്ടം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളായിട്ട് മാറി.